ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജവാൻ ജോ ട്രാവൽമെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് കേരളക്കരയെ ഒന്നാകെ നടുക്കിയ ആ ഷിരൂർ ദുരന്തഭൂമിയാണ് എന്ന് ഞാൻ എല്ലാവരെയും കാണിക്കാൻ പോകുന്നത്. ഞാൻ അവിടെ നിന്ന് എനിക്കൊരു ഇൻട്രോ എടുക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. അവിടെ നിന്ന് ഞാൻ വേറെ നിന്ന് വീഡിയോയൊക്കെ എടുത്തു, പക്ഷേ ഒരു ഇൻട്രോ എടുക്കാൻ എനിക്ക് തോന്നിയില്ല ആ ദുരന്തഭൂമി ആയതുകൊണ്ട്. എന്നാലും നമുക്കത് കാണാം. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കേരളക്കരയെ ആകെ കഴിഞ്ഞ മഴക്കാലത്ത് ഒരു മാസത്തോളം സങ്കടത്തിൽ ആഴ്ത്തിയ ഷിരൂർ മണ്ണിടിച്ച് നടന്ന ആ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ കാണുന്ന കേട്ടോ മണ്ണിടിച്ചത്. ഇവിടെ രണ്ട് റോഡായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു റോഡ് ഇപ്പോഴും ഇവിടെ വാഹനം പോകാൻ റെഡിയായിട്ടില്ല. എന്ന് വെച്ചാൽ അത്രയും മണ്ണുകളാണ് ഇവിടെ കൂടി കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതാട്ടോ ഈ ഗംഗാവാലി പുഴ, മണ്ണൊക്കെ കിടക്കുന്നുണ്ട്. ആ പുഴയെ മണ്ണൊക്കെ കിടക്കുന്നുണ്ട്. അതുപോലെ പഴയ അവശേഷങ്ങളായിട്ട് ഒരു മരം, ഇതൊക്കെയുള്ളൂ ഇവിടെ ബാക്കി പത്രമായിട്ട് ഇരിക്കുന്നത്. ഭയങ്കര ഭീകരാവസ്ഥ കേട്ടോ. ഇവിടെ വന്നൊക്കെ ഒന്ന് കാണേണ്ടതാണ്. ഇത്രയ്ക്ക് സങ്കടകരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. കിലോമീറ്ററുകളോളം മണ്ണുകൾ ഇങ്ങനെ ഇടിഞ്ഞ് കിടക്കുവായിരുന്നു. ഇത് ഈ കാണുന്ന കേട്ടോ ഗംഗാവാലിപ്പുഴ കേട്ടോ. അതിൻ്റെ ആ വലത് സൈഡിൽ കാണുന്നേ. ഇവിടെ 2 ലൈൻ ഉണ്ടായിരുന്ന, ഇപ്പോൾ ഒരു ലൈനൊന്നും കാണാനില്ല. ആ മണ്ണിടിഞ്ഞ് വീണ് മൊത്തം തകർന്നു. കുറച്ച് കരിഞ്ഞ മരങ്ങൾ മാത്രം നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ മുന്നേ പറഞ്ഞ സ്പോട്ട് വീഡിയോയ്ക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഞാൻ 1 മാസം എന്നാണ് പറഞ്ഞത്, ഒന്നല്ല, ഏകദേശം ഒരു 2.5 മാസത്തോളം തിരഞ്ഞതിന് ശേഷമാണ് അവിടുന്ന് അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയത്. ഇത് ആ ദുരന്തഭൂമിക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്ത ഒരു ടയർ കടയും ചെറിയൊരു ഹോട്ടലും കേട്ടോ. ഇതുപോലെ ഒരെണ്ണം ഈ ദുരന്തഭൂമിയുടെ ദുരന്തം വിതച്ച സ്ഥലത്തും അകപ്പെട്ടു പോയിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാരൊക്കെ അകപ്പെട്ടു പോയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തോ നല്ല ആഴത്തിലുള്ള ഒരു പുഴയായിരുന്നു കേട്ടോ ഇത്. ഇത്രയും എന്ത് മണ്ണാണ് അവിടെ ആ പുഴയുടെ മുകളിൽ കെട്ടിക്കിടക്കുന്നതെന്നറിയോ? അതുകൊണ്ടോ നമുക്ക് കാണാൻ സാധിക്കും. അത്രയ്ക്ക് ഉയരത്തിൽ മണ്ണ് വന്ന് അടിഞ്ഞതാണത്. പിന്നെ ഇതിൻ്റെ മറുകരയ്ക്കൊക്കെ ആൾക്കാർ അന്നത്തെ കാലത്തൊക്കെ താമസം ഉണ്ടായിരുന്നു കേട്ടോ. കൃഷിഭൂമിയാണെന്ന് തോന്നുന്നു അവിടെയൊക്കെ. വളരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ദൂരെ കാണുന്നുണ്ടോ 2 ലെയറായിട്ട് നടുക്കൊരു ചെറിയൊരു കുന്നുപോലെ. അതിൻ്റെ 2 സൈഡിൽ കൂടി ആയിരുന്നു ഒരു വഴികൾ. അതിപ്പം അതെല്ലാം ഒറ്റപ്പെട്ടു. ഇവിടെ വാഹനങ്ങൾ നിർത്താൻ ഒന്നും പാടില്ല കേട്ടോ. ഇവിടെ നോ പാർക്കും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട് ഉണ്ടോ. ഇവിടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും ഒരു അപകടം എപ്പോഴും പതിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഏത് സമയം മണ്ണിടിയാവുന്ന രീതിയിലാണ് ഇവിടെ ഈ മണ്ണൊക്കെ ഇടിഞ്ഞതിൻ്റെ ബാക്കി മല നിൽക്കുന്നത്. ഭയങ്കര ഡേഞ്ചർ സ്ഥലമാണ്. ഇതൊക്കെ ഈ ചെടികളെല്ലാം ഈ റോഡിൻ്റെ സൈഡിൽ കാണുന്ന അവശേഷിക്കുന്ന ബാക്കി പത്രങ്ങളാട്ടോ. ഇതൊക്കെ അങ്ങ് ദൂരെ വരെ ഇതുപോലെ ചെടികളുണ്ടായിരുന്നു. അതൊന്നും നാമാവശേഷമായ കുറച്ച് ചെടികൾ മാത്രം. അയ്യോ, ആ മണ്ണിടിഞ്ഞ സ്ഥലത്തുനിന്നും ഒരു 200 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ഹോട്ടലും അതുപോലെ ഒരു ടയർ പഞ്ചർ കടയുണ്ട് കേട്ടോ.
ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് അങ്ങ് പോരാൻ നേരത്ത് ഈ ഗംഗാവാലി പുഴയെ ക്രോസ് ചെയ്യുന്ന ഒരു പാലം കേട്ടോ ഇത്. ഇവിടെ നിന്ന് നോക്കി നമുക്ക് ദൂരെ നോക്കാൻ നേരത്ത് നമുക്ക് കാണാൻ പറ്റും അപകടം നടന്ന സ്ഥലം കേട്ടോ ആ കാണുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.